പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ നഴ്സിംഗ് ജോലി തേടി യമനിലെത്തുന്നത് ഭർത്താവ് ടോമിക്കൊപ്പം 2012-ലാണ്. അവിടെ സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് നിമിഷപ്രിയ പ്രവർത്തിച്ചത്. ഇതിനായി യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയുടെ സഹായവും തേടി. എന്നാൽ പിന്നീട് ക്ലിനിക്കിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉടലെടുത്തു. നിമിഷപ്രിയെ തലാൽ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചുവെന്നും പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിലേക്ക് പോകാൻ അനുവദിച്ചില്ലെന്നും ആരോപണങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ തലാലിന് മയക്കുമരുന്ന് കുത്തിവെച്ച് രക്ഷപ്പെടാൻ നിമിഷപ്രിയ ശ്രമിച്ചു. എന്നാൽ മയക്കുമരുന്നിന്റെ അളവ് കൂടിയതിനെ തുടർന്ന് തലാൽ മരിച്ചു. തുടർന്ന് തലാലിന്റെ മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ നിമിഷപ്രിയയെ യമൻ പോലീസ് അറസ്റ്റും ചെയ്തു. ഈ സംഭവം ഒരു കൊലപാതകമായി കണക്കാക്കിയ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും വിധിച്ചു. നിയമപരമായ എല്ലാ അപ്പീലുകളും തള്ളിയതോടെ വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്ന ഈ ഘട്ടത്തിലാണ് അവർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കൂടുതൽ സജീവമായത്. യമനിലെ ശരീഅത്ത് നിയമം അനുസരിച്ച് കൊലപാതകം കേസുകളിൽ പ്രതിക്ക് വധശിക്ഷ ഒഴിവ് കിട്ടാൻ ഒരു മാർഗമുണ്ട്. ദിയാദാനം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ഒരു നിശ്ചിത തുക നഷ്ടപരിഹാരമായി നൽകി അവരുടെ മാപ്പ് നേടുക എന്നതാണ് ഈ വ്യവസ്ഥ. തലാലിന്റെ കുടുംബം $1 മില്യൺ, അതായത് ഏകദേശം 8.67 കോടി രൂപ ദയാദാനമായി ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഈ ഏക പോം വഴി മുന്നിൽ കണ്ട് നിമിഷപ്രിയയുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന സേവ് നിമിഷയുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന കൂട്ടായ്മയും രൂപീകരിച്ചു. ഇവർ ദിയാദാനം ശേഖരിക്കുന്നതിനും നിയമപരമായി സഹായം ലഭ്യമാകുന്നതിനും ശ്രമങ്ങൾ നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം അഭ്യർത്ഥിച്ച് ഇവർ സുപ്രീം കോടതിയെയും സമീപിച്ചു. കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്താൻ പരിമിതികളുണ്ട്. കാരണം യമനിൽ ഒരു ഔദ്യോഗിക ഭരണകൂടം നിലവിലില്ല. രാജ്യം ആഭ്യന്തര യുദ്ധത്തിലാണ്. എന്നിരുന്നാലും കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ കേസിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നടന്ന ഹർജി പരിഗണിച്ച കോടതി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാനും സ്വീകരിച്ച നടപടികൾ അറിയിക്കാനും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. നിമിഷപ്രിയയുടെ കേസിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവായിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകനുമായ ഡോക്ടർ കെ.എ. പോൾ സുപ്രീം കോടതി നൽകിയ ഹർജിയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 24-നോ 25-നോ നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. ഈ നിർണായക ഘട്ടത്തിൽ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നതിനും ചർച്ചകൾ നടത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം. ഹർജിയിൽ കെ.എ. പോൾ ചില വ്യക്തികൾക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി പണം നൽകിയെന്ന് അവകാശപ്പെടുന്ന ആക്ഷൻ കൗൺസിൽ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ, കാന്തപുരം എം.പി. അബൂബക്കർ മുസ്ലിയാർ എന്നിവരെയും അവരുടെ കൂട്ടാളികളെയും പ്രതികരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇവർ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുവെന്നും തനിക്ക് ഇരുവരുമായി യാതൊരു ബന്ധവുമില്ലെന്നും കെ.എ. പോൾ കോടതിയിൽ വ്യക്തമാക്കി. ഈ ആരോപണങ്ങൾ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുകയും വ്യക്തിപരമായ തർക്കങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. കെ.എ. പോളിന്റെ ഹർജി മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചില പ്രധാന ചോദ്യങ്ങളും ഉയർത്തുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടയാൻ ആവശ്യപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. ഇത്തരം കേസുകളിൽ സംസാര സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാപരമായ അവകാശവും നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബാഹ്യ ഇടപെടലുകൾ കോടതിക്ക് പരിഗണിക്കേണ്ടി വരും. കെ.എ. പോളിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി അറ്റോർണി ജനറലിന് നോട്ടീസും അയച്ചു. കേസ് തിങ്കളാഴ്ച പരിഗണിക്കുമെന്നും അന്ന് തന്നെ ഉത്തരവ് നൽകുമെന്നും കോടതി അറിയിച്ചു. സുപ്രീം കോടതിയുടെ ഈ തീരുമാനം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും നിയമപരമായ നടപടികളുടെയും കാര്യത്തിൽ ഒരു പുതിയ നാഴികക്കല്ലായേക്കാം. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുമുണ്ട്. തലാലിന്റെ കുടുംബത്തെ ഇത് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുക എന്നതും അതിനുള്ള പണം കണ്ടെത്തുക എന്നതുമാണ് ഏറ്റവും വലിയ വെല്ലുവിളികൾ. യമനിലെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിയമവ്യവസ്ഥകളും ഈ ശ്രമങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുകയാണ്. ഈ ഘട്ടത്തിൽ കെ.എ. പോളിന്റെ ഹർജി കേസിൽ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ അതോ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾക്ക് പുതിയ വഴി തുറക്കുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ഈ പോരാട്ടം വെറും ഒരു നിയമ പോരാട്ടം മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി നടത്തുന്ന മാനുഷിക പോരാട്ടം കൂടിയാണ്. സുപ്രീം കോടതിയുടെ തീരുമാനം ഈ വിഷയത്തിലും നിർണായകമായിരിക്കും.